നമസ്കാരം, ഞാൻ നിങ്ങളുടെ അനിൽ. വരുന്ന ഡ്രൈവർ പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോണേ. റിട്ടുകൾ എന്താണ്? റിട്ടുകൾ എത്ര എണ്ണമുണ്ട്? റിട്ടുകൾ എത്ര എണ്ണമുണ്ട്? 5 എണ്ണമാണുള്ളത്. റിട്ടുകൾ എത്ര എണ്ണമാണുള്ളത്? 5 എണ്ണം. റിട്ടുകൾ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 5 റിട്ടുകളാണ്. മൗലിക ആവശ്യങ്ങൾ എത്രയെന്ന് വെച്ചാൽ 6 എണ്ണവും റിട്ടുകൾ 5 എണ്ണവുമാണ്. മൗലിക ആവശ്യങ്ങൾ 6കളും റിട്ടുകൾ എത്രയാണ്? 5 എണ്ണവുമാണ്. എവിടെ നിന്നാണ് റിട്ട് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ അവിടെ നിന്ന് റിട്ടുകൾ കടമെടുത്തത് എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ കടമെടുത്തിരിക്കുക എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത്. റിട്ടുകൾ ഏതാണ്? ലാറ്റിൻ ഭാഷയിലാണ്. റിട്ടുകൾ ഏത് ഭാഷയിലാണെന്ന് വെച്ചാൽ ലാറ്റിൻ ഭാഷയിലാണ്. റിട്ടുകൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. ഒന്നാമത്തെ വാങ്ങിക്കൊണ്ട് 5 എണ്ണം കൊണ്ട് ഒന്നാമത് ഹേബിയസ് കോർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ശരീരം ഹാജരാക്കുക. അതായത് ഒരാൾ നമ്മൾ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണ്. അപ്പം ഹാജരാക്കിയില്ലെങ്കിൽ നമുക്ക് ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് അർത്ഥപ്പെടുന്നത്. അടുത്ത് കോവാരണ്ടോ എന്ന് അർഹതയില്ലാത്ത ജോലിയിൽ ഇരിക്കുവാൻ എന്ത് അധികാരം? എന്നതാണ് കോവാരണ്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്ക് കൽപ്പിക്കുക. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ വിലക്ക് കൽപ്പിക്കുക. സെക്ഷുവറി എന്ന് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക. സെക്ഷുവറി എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക. അപ്പോൾ ഒന്നുകൂടി നോക്കണം. റിട്ടുകൾ എത്രയാണ്? 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാരണ്ടോ, പ്രൊഹിബിഷൻ, സെക്ഷുവറി എന്നീ 5 റിട്ടുകളാണുള്ളത്. എവിടെ നിന്നാണ് കടമെടുത്തത്? റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് കടത്തുന്നത്. ഏത് ഭാഷയാണ്? ലാറ്റിൻ ഭാഷയാണ് റിട്ടുകൾ. അപ്പം ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് നാം കൽപ്പിക്കുന്നു, കോവാരണ്ടോ അർഹതയില്ലാത്ത ജോലിയിൽ ഇരിക്കുവാൻ എന്ത് അധികാരം എന്നതാണ്. അടുത്ത പ്രൊഹിബിഷൻ വിലക്ക് കൽപ്പിക്കുക. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിലക്ക് കൽപ്പിക്കുക. സെക്ഷുവറി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നാണ് സെക്ഷുവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ നോക്കിക്കോട്ടെ. ഇത് പ്രധാനമായിട്ടും ഇതിൽ ഏതിൽ നിന്നും ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കും. ശ്രദ്ധിച്ചോളെ. അപ്പം ആർട്ടിക്കിൾ 14 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വമാണ്. ആർട്ടിക്കിൾ 14 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വം. ആർട്ടിക്കിൾ 14 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വമാണ്. ആർട്ടിക്കിൾ 17 എന്തുകൊണ്ട്? അയിത്തം. 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്തം. ആർട്ടിക്കിൾ 17 അയിത്തം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് സമത്വം. ആർട്ടിക്കിൾ 14 സമത്വം. ആർട്ടിക്കിൾ 17 അയിത്തമാണ്. അയിത്തം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് മുദ്രാവാക്യത്തോടു കൂടി വന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 17 ആണ്. അയിത്തം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി നടപ്പിലാക്കിയത് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 17 ആണ്. അടുത്ത് നോക്കിക്കോണേ. ആർട്ടിക്കിൾ 21 എന്നാണ് ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ളതാണ്. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 ആണ്. ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഇതാണ് കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24 എന്നാണ് ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 24 ബാലവേല. 24 ആ ഒരു ഉച്ചാരണത്തിൽ ആർട്ടിക്കിൾ 24 ബാലവേല. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. അടുത്ത് ആർട്ടിക്കിൾ 32. ഇത് ഇമ്പോർട്ടൻ്റ്. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 32 ആണ്. ഈ ആർട്ടിക്കിൾ 32 ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത്. ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 എന്തുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ച് പ്രതിദാനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആരുടെ? ബി ആർ അംബേദ്കർ ആണ്. ബി ആർ അംബേദ്കർ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച. അപ്പോൾ നോക്കിക്കോട്ടെ. ആർട്ടിക്കിൾ 14 എന്താണ്? സമത്വം. ആർട്ടിക്കിൾ 14 സമത്വം. എല്ലാവരും തുല്യരാണ് എന്നാണ് ആർട്ടിക്കിൾ 14 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 14 സമത്വമാണ്. ആർട്ടിക്കിൾ 17 അയിത്തമാണ്. ആർട്ടിക്കിൾ 17 അയിത്തം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി നിലവിൽ വന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. സമത്വമാണ്. അയിത്തം സമത്വം. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 21 എന്താണ്?
ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിദാനം ചെയ്യുന്ന ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 24 എന്തോന്നാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്തോന്ന് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 32 എന്നാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിദാനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അപ്പോൾ നോക്കിക്കോട്ടെ, ഭരണഘടനയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിന് ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് വന്നിരിക്കും. നോക്കിക്കോണേ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോഴുണ്ട് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോഴാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയില്ല. അതിന് കൃത്യം ഒരു വർഷം മുമ്പാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. അപ്പം ക്യാബിനറ്റ് മിഷന്റെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ക്യാബിനറ്റ് മിഷന്റെ അംഗസംഖ്യ എത്രയാണ്? 3 പേരാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗസംഖ്യ ഏതൊക്കെയാണ്? 3 പേരാണ്. ഏതൊക്കെയാണ്? പെത്തറിക് ലോറൻസ്, സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നീ 3 വ്യക്തികളാണ് ക്യാബിനറ്റ് മിഷന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞത്. ഇതിൽ പെത്തറിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷന്റെ തലവൻ എന്ന് പറഞ്ഞത്. പെത്തറിക് ലോറൻസ് ആണ്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ 1946 3 അംഗസംഖ്യ. തലവനാണ് പെത്തറിക് ലോറൻസ് ആണ്. അടുത്ത നോക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നത് 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നിട്ടാണ് 1947 7 അംഗസംഖ്യ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറഞ്ഞാൽ. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കൊണ്ട് ദേശീയ പതാക അംഗീകരിച്ച 1947 ജൂലൈ 22 1947 ജൂലൈ മാസം 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ചത്. അപ്പം ദേശീയ പതാക അംഗീകരിച്ചതാണ് 1947 ജൂലൈ മാസം 22 ദേശീയ പതാകയുടെ ശില്പി ആരാണ്ട്? പിംഗലി വെങ്കയ്യ. നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി ആരെന്ന് വെച്ചാണ് പിംഗലി വെങ്കയ്യ. ദേശീയ പതാക ശില്പി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുവാദം ചോദിക്കും. നീളവും വീതിയുമാണ്. അപ്പം നീളവും വീതിയും എത്രയാണ്? 3:2 ആണ്. 3:2 ആണ്. നീളവും വീതിയും തമ്മിലുള്ള അനുവാദം ചോദിച്ചാൽ 3:2 എന്നാൽ വീതിയും നീളവും തമ്മിലുള്ള അനുവാദം ചോദിച്ചാൽ 2:3 തിരിച്ചും ചോദിക്കും. അപ്പോൾ നീളം നമ്മുടെ പതാക എടുക്കുമ്പോൾ നിവർത്തി കഴിഞ്ഞാൽ നീളം ഒരിടെ കൂടുതൽ. അപ്പം നീളം കൂടുതലുള്ള ഭാഗം നീളമാണ്. ഇങ്ങനെ നീളത്തിലുള്ള ഭാഗം കൂടുതൽ. അപ്പം 3 നീളം കൂടുതൽ 3 ആണ്. 3:2 പൊക്കത്തിലുള്ളത് വീതി. നീളവും വീതിയും തമ്മിലുള്ള അനുവാദം ചോദിച്ചാൽ 3:2. നേരെ തിരിച്ച് വീതിയും നീളവും തമ്മിലുള്ള അനുവാദം ചോദിച്ചാൽ 2:3 അപ്പം അടുത്ത ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച 1950 ജനുവരി മാസം 24 ജനുവരി 24 ജനുവരി 26 റിപ്പബ്ലിക് ആയത് 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പേ നമ്മൾ സെറ്റാക്കി വെച്ചാലേ കാണാൻ പറ്റുള്ളൂ റിപ്പബ്ലിക് ഡേ. അപ്പം നോക്കിയത് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച 1950 ജനുവരി മാസം 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച 1950 ജനുവരി മാസം 24 നമ്മുടെ ദേശീയ ഗാനം അതിലെ ജനഗണമന എഴുതിയതാണ് രവീന്ദ്രനാഥ് ടാഗോറാണ്. ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ദേശീയ ഗീതം എന്താണ്? വന്ദേ മാതരം. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. രചിച്ചാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പം നോക്കിക്കോണേ, ദേശീയ മുദ്ര വന്നത് 1950 ജനുവരി മാസം 26 ജനുവരി 26 തന്നെയാണ് ദേശീയ മുദ്ര വന്നത്. ദേശീയ മുദ്ര വന്നത് റിപ്പബ്ലിക് ഡേ അന്നാണ്. ജനുവരി മാസം 26 1950. ദേശീയ മുദ്ര എന്താണ്? സിംഹമുദ്രയാണ്. നമ്മുടെ ദേശീയ മുദ്ര എന്ന് വെച്ചാൽ സിംഹമുദ്രയാണ്. ദേശീയ മുദ്ര എന്ന് പറഞ്ഞാൽ സിംഹമുദ്രയാണ്. എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നാണ് ദേശീയ മുദ്രയായ സിംഹമുദ്ര കടമെടുത്തിട്ട് എവിടെ നിന്ന്? ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നാണ്. അപ്പം ദേശീയ കലണ്ടർ നമ്മുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. അത് വന്ന വർഷം 1957 മാർച്ച് മാസം 22 തീയതിയാണ്. 1957 മാർച്ച് മാസം 22 ദേശീയ കലണ്ടർ വന്നത്. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. ദേശീയ കലണ്ടർ ശകവർഷം. ഇനി ദേശീയ കലണ്ടറിലെ ആദ്യ മാസം എന്താണ്? ചൈത്രമാണ്. ആദ്യ മാസം എന്താണ്? ചൈത്രമാണ്. ആദ്യ മാസം ചൈത്രവും അവസാനത്തെ മാസം എന്ന് വെച്ചാൽ ഫൽഗുണവുമാണ്. അവസാനത്തെ മാസം ഫൽഗുണവും. ആദ്യ മാസം ദേശീയ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രവും അവസാനത്തെ മാസം എന്താണ്? ഫൽഗുണവുമാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോണേ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ വന്ന 1946 1946 അംഗസംഖ്യ എത്രയാണ്? 3 പേരാണ്. 3 പേര് ഏതായിരുന്നു? പെത്തറിക് ലോറൻസ്, സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ഇതിന്റെ തലവനാണെന്ന് വെച്ചാൽ പെത്തറിക് ലോറൻസ് ആണ്. അടുത്ത് നോക്കിക്കോണേ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 അംഗസംഖ്യ എത്രയാണ്? 7 തന്നെ. 1947 നിലവിൽ അംഗസംഖ്യ 7. അതിന്റെ തലവനാരാണ്ട്? നമ്മുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുന്നത് ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ മാസം 22 ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ പതാകയുടെ ശില്പിയാരാണ്?
പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിലാണ് 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. അത് നോക്കിക്കൊണ്ട് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഏത് ഭാഷയാണ്? രണ്ടും ബംഗാളി ഭാഷയാണ്. രണ്ടും ദേശീയ ഗാനമായാലും ദേശീയ ഗീതമായാലും ബംഗാളി ഭാഷയാണ്. അപ്പം ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. രണ്ടും നിലവിൽ വന്നപ്പോഴാണ് 1950 ജനുവരി മാസം 24-നാണ്. ജനുവരി മാസം 24-ാം തീയതിയാണ്. ദേശീയ മുദ്ര വന്നത് 1950 ജനുവരി മാസം 26. ദേശീയ മുദ്ര വന്നത് 1950 ജനുവരി മാസം 26-നാണ്. ദേശീയ മുദ്ര എന്നുകൊണ്ട് സിംഹമുദ്ര. നമ്മുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്രയാണ്. അതിലൂടെയാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നാണ് സിംഹമുദ്ര എടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കിക്കൊണ്ട് ദേശീയ കലണ്ടർ ഇതാണ്. ശകവർഷ കലണ്ടറാണ്. വന്നത് 1957 മാർച്ച് മാസം 22-ാം തീയതി. ആദ്യ മാസം എന്ന് പറഞ്ഞാൽ ചൈത്രമാണ്. അവസാന മാസം എന്ന് പറയുന്നത് ഫൽഗുണമാണ്. അപ്പം നമ്മൾ ഭരണഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ ആരാണ്ട്? നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് പറഞ്ഞാൽ നെഹ്റു. എന്നാൽ ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞാൽ BR അംബേദ്കറുമാണ്. അപ്പം നോക്കിക്കോണേ, ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖം അമേരിക്ക. ഉച്ചാരണം തന്നെ കിട്ടുന്നത് എവിടെയാണ്? ആമുഖം അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ശില്പിയാരാണ്? BR അംബേദ്കർ. എന്നാൽ ആമുഖം എഴുതിയ നെഹ്റുവാണ്. അപ്പം ഭരണഘടന ആമുഖം തുടങ്ങുന്നത് എങ്ങനെയുണ്ട്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. വെച്ചാൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. അപ്പം ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചാൽ KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം ഭരണഘടനത്തിന്റെ ആമുഖത്തെ എന്നാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചാലാണ് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചാലാണ് KM മുൻഷിയാണ്. ഭാഗം 1. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗം 1 ഭാഗം 1 ഇന്ത്യൻ യൂണിയനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 1 പ്രതിപാദിച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ യൂണിയനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 1 മുതൽ 4 വരെ. ഭാഗം 1 ഇന്ത്യൻ യൂണിയനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ എത്രയാണ്? 1 മുതൽ 4 വരെയാണ്. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഭാഗം 2 ആണ് പൗരത്വമാണ്. പൗരത്വം കടമണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെയാണ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. 5 മുതൽ 11 വരെയാണ്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 3 എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഭാഗം 3 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? മൗലിക അവകാശം. ഏത് ഭാഗത്തിലാണ് ഭരണഘടനയെ പ്രതിപാദിക്കുന്നതെന്ന് വെച്ചാൽ ആമുഖത്തിൽ ഭാഗം 3-ലാണ്. മൗലിക അവകാശങ്ങൾ പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശം കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശം അമേരിക്കയിൽ നിന്ന് തന്നെ. ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ ഇത്രയാണ്. 12 മുതൽ 35 വരെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോണേ, മൗലിക അവകാശങ്ങൾ ഭാഗം 3-ലാണ്. മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ ചോദിച്ചാൽ 12 മുതൽ 35 വരെയാണ്. അടുത്ത് നോക്കിക്കോണേ, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്. നിർദ്ദേശക എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നതാണ് അയർലൻഡ്. അതായത് അയലത്ത് നിന്നാണ് നിർദ്ദേശം തരുന്നതെന്ന് ഓർമ്മിച്ചു. അയലത്ത് നിന്നാണ് നിർദ്ദേശം തരുന്നത്. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അയർലൻഡിൽ നിന്നാണ്. അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? 36 മുതൽ 51 വരെ. ആർട്ടിക്കിൾ എത്രയാണ്? 36 മുതൽ 51 വരെയാണ്. എവിടെ നിന്നാണ്? നിർദ്ദേശകത്വങ്ങൾ ഭാഗം 4-ലാണ് പ്രതിപാദിക്കുന്നത്. എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 36 മുതൽ 51 വരെയാണ്. അടുത്ത് നോക്കിയാണ് ഭാഗം 4A. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ്? 4A-യാണ്. ഭാഗം 4A-യാണ് മൗലിക കടമകൾ. കടമകൾ എത്രയാണ്? 4A-യാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 51A-യാണ്. ആർട്ടിക്കിൾ 51A-യാണ്. എവിടെ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ നമ്മളെപ്പോഴും റാഫേൽ യുദ്ധവിമാനം കടമാകുന്നതെന്നാണ് റഷ്യയിൽ നിന്നാണ് യുദ്ധവിമാനം കടമാകുന്നത്. അപ്പൊ അങ്ങനെ ഓർമ്മിച്ച കടമാകുന്ന റഷ്യയിൽ നിന്നാണ് ഇന്ത്യ. അപ്പം ഇന്ന് മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. 51A-യിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് വെച്ചാൽ 51A 4A. ഭാഗം 4A ആർട്ടിക്കിൾ 51A. റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത്. പോകുന്നത് നോക്കിക്കൊണ്ടേ, ആമുഖത്തിന്റെ ശില്പി ആരാണ്? നെഹ്റുവാണ്. ആമുഖത്തിന്റെ ശില്പിയാണ് നെഹ്റു. ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. രാഷ്ട്രീയ ജാതകം. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചാണ് KM മുൻഷിയാണ്. ഭാഗം 1 പറയുന്നതാണ് ഇന്ത്യൻ യൂണിയനെ കുറിച്ചാണ് ഭാഗം 1 പറയുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 1 മുതൽ 4 വരെയാണ്. അപ്പം അടുത്ത ഭാഗം 2 ആണ്. ഭാഗം 2 പൗരത്വം. ഭാഗം 2 ആണ്
പൗരത്വം എവിടെ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. പൗരത്വം കടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മുതൽ 11 വരെയാണ്. ഭാഗം 2 പൗരത്വം പറയുന്നത്. ഇവിടുന്ന് ബ്രിട്ടനിൽ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 5 മുതൽ 11 വരെയാണ്. അടുത്ത് നോക്കിക്കോണേ, ഭാഗം 3. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗം 3 ഏതാണ്? മൗലിക അവകാശങ്ങൾ. നമ്മുടെ മൗലിക അവകാശം എത്രയാണ്? 6 മൗലിക അവകാശമുള്ളത്. 5 റിട്ടുകൾ. 6 മൗലിക അവകാശവും 5 റിട്ടുമാണ്. അപ്പം മൗലിക അവകാശം കടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിദാനം ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 12 മുതൽ 35 വരെയാണ് ആർട്ടിക്കിൾ വരുന്നത്. അടുത്ത ഭാഗം 4 ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. അപ്പൊ ആർട്ടിക്കിൾ എത്രയാണ്? 36 മുതൽ 51 വരെയാണ് ആർട്ടിക്കിൾ. അടുത്ത ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4A മൗലിക കടമകൾ പറയുന്നത് എവിടെ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത്? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ കടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പം എന്താണ്? 51A ആർട്ടിക്കിൾ പ്രദാനം ചെയ്യുന്നത്. അപ്പം നോക്കിക്കോണേ, ഇന്ത്യയുടെ ഏറ്റവും വലുതും ചെറുതും എന്ന് നമ്മൾ പഠിക്കുന്നത്. വലുത് ഏതാണ്, ചെറുത് ഏതാണ്, കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതൽ എവിടെയാണ്? UP-യിലാണ്. ഉത്തർപ്രദേശിലാണ് ജനസംഖ്യ കൂടുതൽ. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്ട് ഉത്തർപ്രദേശാണ്. ജനസംഖ്യയിൽ കൂടുതൽ ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യയും കൂടുതലായിരിക്കും. ജനസംഖ്യ കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എന്നാൽ ജനസംഖ്യയിൽ കുറവ് എവിടെയാണ്? സിക്കിമിലാണ്. ജനസംഖ്യയിൽ കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലും. ജനസംഖ്യയിൽ കുറവ് എവിടെയാണ്? ജനസംഖ്യയിൽ കുറവ് സിക്കിമിലുമാണ്. അടുത്ത് നോക്കിക്കോണേ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത, നമ്മൾ നേരത്തെ പഠിച്ചത് ജനസംഖ്യയാണ്. ജനസംഖ്യയും സാന്ദ്രതയും വേറെയാണ്. സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്? അതായത് കുറച്ച് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിഞ്ഞെരുങ്ങി ജീവിക്കുന്നത്. അതായത് കുറച്ച് പ്രദേശം കൊണ്ട് എന്നാൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിഞ്ഞെരുങ്ങി ജീവിക്കുക. എന്നാൽ ജനസംഖ്യ എണ്ണത്തിൽ കൂടുതൽ. ജനസംഖ്യ എന്ന് വെച്ചാൽ എണ്ണത്തിൽ കൂടുതൽ. ഇപ്പൊ എണ്ണത്തിൽ കൂടുതൽ ജനസംഖ്യ കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലും. കുറവ് എവിടെയാണ്? സിക്കിമിലുമാണ്. എന്നാൽ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനം എവിടെയാണ്? ബീഹാർ. ബീഹാറിന്റെ വേറെ പ്രത്യേകത എന്താണ്? വികാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ബീഹാറാണ്. വികാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ബീഹാറാണ്. ജനസാന്ദ്രതയിൽ കൂടുതലുള്ള സംസ്ഥാനം ബീഹാറും. കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലുമാണ്. സാന്ദ്രത കുറവെവിടെയാണ്? ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യനാണെന്ന് അരുണാചൽ പ്രദേശിലാണ് ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം. എന്നാൽ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ്? ജനസാന്ദ്രത കൂടുതൽ ബീഹാറിലും ജനസാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശിലുമാണ്. അടുത്ത് നോക്കിക്കൊണ്ടേ, ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. എപ്പോഴും രാജാവായിരിക്കുമല്ലോ വലുത്, അങ്ങനെ ഓർമ്മിച്ചത്. വലിയ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ചെറിയ സംസ്ഥാനം എവിടെയാണ്? ഗോവയാണ്. ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഈ ഗോവയാണ് സമുദ്രതീരം കുറവുള്ള സംസ്ഥാനം എന്ന് വെച്ചാലും ഗോവയാണ്. എന്നാൽ സമുദ്രതീരം കൂടുതലുള്ള എവിടെയാണ്? ഗുജറാത്തിലാണ്. സമുദ്രതീരം കൂടുതലുള്ള ഏതാണ്? ഗുജറാത്തിലും. കുറവ് ഏതാണ്? ഗോവയിലുമാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയുമാണ്. അടുത്ത് നോക്കിക്കോണേ, ഇന്ത്യയിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ആൻഡമാൻ നിക്കോബർ ദ്വീപായിരുന്നു. എന്നാൽ 2019 ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ 2 കേന്ദ്രഭരണ പ്രദേശം കൂടി വന്നതോടുകൂടി അവിടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കായി മാറി. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. 36 ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ലക്ഷദ്വീപാണ്. 36 ദ്വീപുകളിലൂടെയാണ് ലക്ഷദ്വീപിലാണ്. അടുത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം എവിടെയാണ്? കേരളം. നമ്മുടെ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടുതൽ ആൾക്കാരുണ്ട് കേരളത്തിലുള്ളവർക്കാണ്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത്. സാക്ഷരതയിൽ കുറവ് എവിടെയാണ്? ബീഹാറാണ്. സാക്ഷരതയിൽ കുറവേയാണ് ബീഹാർ. ഈ ബീഹാറാണ് ജനസാന്ദ്രതയിൽ കൂടുതൽ. ബീഹാറാണ്. സാക്ഷരതയിൽ കുറവും ബീഹാറിനാണ്. അടുത്ത നോക്കിക്കൊണ്ട്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ജില്ല ഏതാണ്? മിക്ക പരീക്ഷയും ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ജില്ല ഏതാണ്ട്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്ര എന്ന ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആന്ധ്രയാണ്. ആന്ധ്രയെന്ന് കാണാറുള്ള കൂടുതൽ ആന്ധ്രാപ്രദേശാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ജില്ല ഏതാണ്ട്? ആന്ധ്ര എന്ന് വന്നു കഴിഞ്ഞാൽ ആന്ധ്രയും. ആന്ധ്രാപ്രദേശ് എന്നാണ് ഓപ്ഷനിൽ ഉള്ളെങ്കിൽ ആന്ധ്രാപ്രദേശം എന്ന് എഴുതണം. ഓക്കെ, ഒന്നുകൂടെ നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യയിൽ കുറവ് എവിടെയാണ്? സിക്കിമിലാണ്.
അടുത്ത ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ജനസാന്ദ്രതയിൽ കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അടുത്ത ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും, ചെറുതേതാണ്? ഗോവയുമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം വെച്ച് ഏറ്റവും വലിയതാണ് ലഡാക്കാണ്. ഏറ്റവും ചെറുതേതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ സാക്ഷരത കുറവ് എവിടെയാണ്? ബീഹാറിലാണ്. അടുത്ത ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ ജില്ല ഏതാണ്? ആന്ധ്രയാണ്. അപ്പൊ നോക്കിക്കോണേ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗിനെ കുറിച്ച് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിക്കോണേ, നമുക്ക് പഠിക്കാം. അപ്പൊ നീതി ആയോഗ് എന്താണ്? നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്നുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നീതി ആയോഗ് നിലവിൽ വന്ന എന്തോന്നാണ്? 2015 ജനുവരി മാസം 1-ാം തീയതി നീതി ആയോഗ് നിലവിൽ വന്നതാണ്. 2015 ജനുവരി മാസം 1-ാം തീയതി. അപ്പൊ നീതി ആയോഗിന് മുമ്പുണ്ടായിരുന്ന സംവിധാനം എന്തോന്നാണ്? ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയും. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്ന 2015 ജനുവരി മാസം 1-ാം തീയതി. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അത് ഓർമ്മ വേണം. അപ്പം 2015 ജനുവരി മാസം 1-ാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരായിരിക്കും? എപ്പോഴും പ്രധാനമന്ത്രി. അതാത് കാലത്തുള്ള പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ അല്ലെങ്കിൽ നിലവിലെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ആരാണ്ട്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് നിലവിൽ വരുന്ന സമയത്തും 2015 ആരായിരുന്നു? നരേന്ദ്രമോദി. അപ്പം പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. എന്നാൽ ഇപ്പോൾ നിലവിലെ അധ്യക്ഷനും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അപ്പം നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്ട്? നരേന്ദ്രമോദിയാണ്. നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. അടുത്ത പ്രഥമ ഉപാധ്യക്ഷൻ, നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗ് നിലവിൽ വരുന്ന സമയത്തുള്ള പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? അരവിന്ദ് പനഗരിയാണ്. എന്നാൽ നിലവിലെ ഉപാധ്യക്ഷൻ, ഇപ്പോൾ നിലവിലുള്ള നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജീവ് കുമാറാണ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. അപ്പം നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ നിലവിലെ ആരാണ്? ഡോക്ടർ രാജീവ് കുമാറാണ്. അടുത്ത് നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ, നീതി ആയോഗ് നിലവിൽ വരുന്ന സമയത്തുള്ള പ്രഥമ സിഇഒ എന്ന് പറയുന്ന ആരാണ്? സിന്ധു ശ്രീ ഖുള്ളറാണ് നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ എന്ന് പറയുന്നത്. എന്നാൽ നിലവിലെ സിഇഒ, നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരെന്ന് വെച്ചാൽ അമിതാഭ് കാന്താണ്. ഇപ്പോൾ നിലവിലുള്ള സിഇഒ ആരാണ്? നീതി ആയോഗിന്റെ അമിതാഭ് കാന്തും പ്രഥമ ആരെന്ന് വെച്ചാൽ സിന്ധു ശ്രീ ഖുള്ളറുമാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോണേ, എന്താണ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്ന 2015 ജനുവരി മാസം 1-ാം തീയതിയാണ്. അതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ, അതായത് നീതി ആയോഗിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷനാണ്. 1950 നിലവിൽ വന്നത്. അപ്പം നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. പ്രഥമ അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും നിലവിലെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും നരേന്ദ്രമോദിയാണ്. അടുത്ത് നോക്കിക്കോണേ, പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. എന്ന നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? രാജീവ് കുമാറാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജീവ് കുമാറാണ്. അടുത്ത പ്രഥമ സിഇഒ, നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ ആരാണ്? സിന്ധു ശ്രീ ഖുള്ളറാണ്. എന്നാൽ നിലവിലെ സിഇഒ അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാണ്? അമിതാഭ് കാന്താണ്. അപ്പം നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ്. നോക്കിക്കോളണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ മാസം 23. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നതെന്നാണ് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. അടുത്ത് നോക്കിക്കോണേ, നാളികേര ദിനമായി ആചരിക്കുന്നതെന്നാണ് സെപ്റ്റംബർ 2. നാളികേര ദിനമായി ആചരിക്കുന്നത് എന്താണ്? സെപ്റ്റംബർ 2 അപ്പൊ നാളികേര ദിനം സെപ്റ്റംബർ 2. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മുടെ ഒരു നാളികേരം ഉടയ്ക്കുമ്പോൾ 2 പീസായിട്ട് സെപ്പറേറ്റ് ആവും. സെപ്റ്റംബർ 2 പീസ് ആവും. സെപ്പറേറ്റ് ആകുമ്പോൾ സെപ്റ്റംബർ 2 നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ 2. ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി മാസം 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. അപ്പം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്താണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. അതായത് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്യാറുണ്ട് സ്വാമി വിവേകാനന്ദനാണ്. എന്നാൽ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്യാറുണ്ട് ദയാനന്ദ സരസ്വതിയാണ്
വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി മാസം 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. അടുത്ത് നോക്കിക്കൊണ്ട് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. അടുത്ത് നോക്കിക്കൊണ്ട് ഭക്ഷ്യദിനമാണ്. ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16. ഒന്നുകൂടി നോക്കിക്കൊണ്ട് അപ്പം ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. നാളികേര ദിനം സെപ്റ്റംബർ 2. അടുത്ത് ദേശീയ യുവജന ദിനം ജനുവരി മാസം 12. ഈ ജനുവരി മാസം 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതാണ് ദേശീയ യുവജന ദിനമായ ജനുവരി 12. അടുത്ത് നോക്കിക്കൊണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം. അടുത്ത് നോക്കിക്കൊണ്ട് ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16. ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. അപ്പം നോക്കിക്കൊണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ ചില പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന നിറങ്ങളെ കുറിച്ചാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പം നോക്കിക്കൊള്ളേ. അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ എന്നിവയെ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്ട് കറുപ്പ് നിറമാണ്. അപ്പം കറുപ്പ് നിറം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അക്ഷാംശ രേഖ, രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ. അപ്പം വരണ്ട ജലാശയമാണ്, ജലാശയമല്ല വരണ്ട ജലാശയങ്ങൾ, വെള്ള സാന്നിധ്യമില്ലാത്ത വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത എന്നിവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന കളർ എന്തോന്നാണ്? നിറം കറുപ്പ് നിറമാണ്. അടുത്ത് നോക്കുക. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, അതായത് സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, അതായത് എപ്പോഴും ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ പോലുള്ള പ്രദേശങ്ങളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്ട് നീല നിറം. ജലത്തിന്റെ കളർ നീലയല്ലേ? കടൽ ജലത്തിന്റെ കളർ എങ്ങനെയാണ്? നീല നിറമുണ്ട്. അപ്പൊ എങ്ങനെയാണ്? സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, എപ്പോഴും ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്ട് നീല നിറമാണ്. അടുത്ത് പുൽമേടുകൾ, വനങ്ങൾ, കുറ്റിച്ചെടികൾ, അതായത് എപ്പോഴും പച്ചപ്പ്, ഫലവൃക്ഷങ്ങൾ, അതായത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതിനെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പച്ച കളറാണ്. പുൽമേടുകൾ എന്ത് കളറാണ്? പച്ച കളറാണ്. അങ്ങനെ ഓർമ്മിച്ചേ. പുൽമേടുകൾ, വനങ്ങളും കുറ്റിച്ചെടികളും മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കളറാണ്? പച്ച കളറാണ്. അപ്പൊ അവയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്ട് പച്ച നിറമാണ്. അടുത്ത് കൃഷിയിടങ്ങളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞ നിറമാണ്. കൃഷിയിടങ്ങളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞ നിറമാണ്. നിറം ഏതാണ്ട് മഞ്ഞ നിറമാണ്. തരിശുഭൂമി എന്താണ്? വെള്ള കളറാണ്, ഒന്നുമില്ലാതെ. തരിശുഭൂമിയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? വെള്ള നിറമാണ്. തരിശുഭൂമിയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള നിറമാണ്. ശൂന്യതയാണ് അവിടെ. അപ്പം പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറത്തിനാണ്ട് പാർപ്പിടങ്ങൾ, റോഡെന്നൊക്കെ കറുപ്പ് നമ്മൾ ചിന്തിക്കരുത്. പാർപ്പിടങ്ങൾ, റോഡുകളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ് നിറമാണ്. അത് കോണ്ടൂർ രേഖകൾ, മണൽക്കുന്നുകൾ, മണൽക്കൂനകൾ, കോണ്ടൂർ രേഖകൾ എന്നിവയെ ചിത്രീകരിക്കാൻ തവിട്ട് നിറമാണ്. അപ്പൊ മണലിന്റെ കളർ കൊണ്ട് തവിട്ടല്ലേ? അപ്പം കോണ്ടൂർ രേഖകൾ, മണൽക്കുന്നുകൾ, മണൽക്കൂനകൾ എന്നിവയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്. ഒന്നുകൂടി നോക്കിക്കോണേ. അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത എന്നിവയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്ട് കറുപ്പ് നിറമാണ്. അടുത്ത് നോക്കിക്കോണേ. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, എപ്പോഴും ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതാണ്ട് നീല നിറമാണ്. അടുത്ത് നോക്കിക്കോണേ. കൃഷിയിടങ്ങളെ കാണിക്കുവാൻ ചിത്രീകരിക്കുന്ന നിറം ഏതാണ്ട് മഞ്ഞ നിറമാണ്. തരിശുഭൂമിയെ ചിത്രീകരിക്കാൻ വെള്ള നിറമാണ്. അടുത്ത് നോക്കി. പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ ചിത്രീകരിക്കുവാൻ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന നിറം ഏതാണ്ട് ചുവപ്പ് നിറമാണ്. അടുത്ത് കോണ്ടൂർ രേഖകൾ, മണൽക്കുന്നുകൾ തവിട്ട് നിറമാണ്. എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖകൾ. ആ കോണ്ടൂർ രേഖകൾ, മണൽക്കുന്നുകൾ എന്നിവയെ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തവിട്ട് നിറം. നോക്കിക്കോണേ. അടുത്ത ദിവസം നമ്മൾ നോക്കാം. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്ട് പസഫിക് സമുദ്രമാണ്, അല്ലെങ്കിൽ ശാന്തമഹാസമുദ്രം എന്നും പറയും. ഏറ്റവും വലിയ സമുദ്രത്തിന്റെ പേരെന്തോന്നുണ്ട്? പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്തമഹാസമുദ്രം എന്നും പറയും. അപ്പം പസഫിക് സമുദ്രത്തിന്റെ അല്ലെങ്കിൽ ശാന്തമഹാസമുദ്രത്തിന്റെ ആകൃതി എന്തോന്നായിരിക്കും? ത്രികോണ ആകൃതിയാണ്. പസഫിക് സമുദ്രത്തിന്റെ ആകൃതിയാണ് ത്രികോണ ആകൃതിയാണ്. അടുത്ത് ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്ട് ആർട്ടിക് സമുദ്രമാണ്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? ഡി ആകൃതിയാണ്. എപ്പോഴും എന്തോ ആകൃതിയായിരിക്കും? ഡി ആകൃതിയാണ്. ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്തോന്നാണ്? ഡി ആകൃതിയാണ്.
ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? ഡി ആകൃതിയിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എസ് ആകൃതിയിലാണ്. അറ്റ്ലാന്റിക് സമുദ്രം എന്താണ്? എസ് ആകൃതിയിലാണ്. അപ്പൊ നോക്കിക്കോണേ, ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ശാന്ത മഹാസമുദ്രം. അതിന്റെ ആകൃതി എന്തോന്നായിരിക്കും? ത്രികോണ ആകൃതിയിലാണ്. അടുത്ത സമുദ്രം നോക്കിക്കോണേ, ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ്. അതിന്റെ ആകൃതി എന്താണ്? ഡി ആകൃതിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എസ് ആകൃതിയിലാണ്. അടുത്ത് നോക്കിക്കോണേ, പൂർണ്ണ സ്വരാജ് പാസാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലും ചോദിക്കും. അപ്പൊ ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ചത്. അത് ആരാണ്? നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് അവതരിപ്പിച്ച ആരാണ്? നെഹ്റു ആണ്. അധ്യക്ഷനാരായിരുന്നു ആ സമയത്ത്? നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പാസ്സാക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാരായിരുന്നു? നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. കർമ്മയോഗി എന്നറിയപ്പെടുന്ന ആരാണ്? അരവിന്ദ ഘോഷാണ്. കർമ്മയോഗി എന്നറിയപ്പെടുന്ന ആരാണ്? അരവിന്ദ ഘോഷാണ്. ലീഡർ എന്നറിയപ്പെടുന്ന മദൻ മോഹൻ മാളവ്യ. ലീഡർ എന്നറിയപ്പെടുന്ന ആരാണ്? മദൻ മോഹൻ മാളവ്യാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്ട്? മദൻ മോഹൻ മാളവ്യയാണ്. ലീഡർ എന്നറിയപ്പെടുന്നതും മദൻ മോഹൻ മാളവ്യ ആണ്. ബഹിഷ്കൃത ഭാരതം മൂകനായക് എന്നിവ ആരുടെ കൃതിയാണ്? അംബേദ്കറിന്റെ കൃതിയാണെന്ന് തോന്നുന്നത്. ബഹിഷ്കൃത ഭാരതം മൂകനായക് മൂകനായക് ആരുടെ? അംബേദ്കറുടെ കൃതികളാണ്. അപ്പോൾ ഏറ്റവും വലിയ സമുദ്രമാരാണ്? പസഫിക് സമുദ്രമാണ്. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം, അല്ലെങ്കിൽ ശാന്ത മഹാസമുദ്രം എന്ന് പറയുന്നു. ഇതിന്റെ ആകൃതി എന്താണ്? ത്രികോണ ആകൃതിയിലാണ്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഇതിന്റെ ആകൃതി എന്താണ്? ഡി ആകൃതിയാണ്. ഇംഗ്ലീഷ് അക്ഷരത്തിലെ ഡി ആകൃതിയാണ് ഏറ്റവും ചെറിയ സമുദ്രമായ ആർട്ടിക് സമുദ്രത്തിന് ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എങ്ങനെയായിരിക്കും? എസ് ആകൃതിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലിന്റെ എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം കാണപ്പെടുന്നത്. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയപ്പോഴാണ് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. കർമ്മയോഗി എന്നറിയപ്പെടുന്നത് അരവിന്ദ ഘോഷാണ്. കർമ്മയോഗി എന്ന് പറയുന്ന ആരാണ്? അരവിന്ദ ഘോഷിനെയാണ്. ലീഡർ എന്നറിയപ്പെടുന്നതാണ് മദൻ മോഹൻ മാളവ്യ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മദൻ മോഹൻ മാളവ്യാണ് ലീഡർ എന്ന് അറിയപ്പെടുന്നത്. ബഹിഷ്കൃത ഭാരതം മൂകനായക് ആരുടെ കൃതിയാണ്? അംബേദ്കറിന്റെ കൃതികളാണ് ബഹിഷ്കൃത ഭാരതം മൂകനായകം. അപ്പൊ നോക്കിക്കൊണ്ടിട്ട് നമുക്ക് കുറച്ച് വിറ്റാമിൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. വിറ്റാമിൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിറ്റാമിനുകൾ രണ്ടായി തിരിക്കാം. എങ്ങനെയാണ്? ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ. വിറ്റാമിനുകൾ രണ്ടായി തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവ എന്നും കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും. അപ്പം ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ബിയും സിയും. BC എന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ ബിസി എന്ന് പഠിച്ചാൽ മതി. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതാണ്? വിറ്റാമിൻ കെ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്. അപ്പം ജലത്തിൽ കൊഴുപ്പിൽ ലയിക്കുന്നതൊക്കെയാണ് KEDA. അതായത് എന്തോന്നാണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാ. അപ്പം കൊഴുപ്പ് ശരീരത്തിന് കേടാ. നമ്മുടെ കൊഴുപ്പ് എന്തുകൊണ്ട്? ശരീരത്തിന് കേടല്ലേ. അപ്പൊ അങ്ങനെ പഠിച്ചാൽ കൊഴുപ്പ് ശരീരത്തിന് കേടാ. വിറ്റാമിൻ കെയും വിറ്റാമിൻ ഇയും വിറ്റാമിൻ ഡിയും വിറ്റാമിൻ എയും കൊഴുപ്പിൽ ലയിക്കുന്നവ ആണ്. അടുത്ത് നോക്കിക്കോ, ആന്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ആന്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പാണ്. ആന്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്ട്? AB ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എന്താണ്? AB ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. എന്നാൽ സാർവിക ഡോണർ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ, അല്ലെങ്കിൽ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്ട്? O ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പ്. എന്നാൽ സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പുമാണ്. ശരീരത്തിൽ അയഡോക്സിൻ എന്ന വർണ്ണവസ്തുവിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം എന്നത് ജനിതക രോഗമാണ് വർണ്ണാന്തത. ശരീരത്തിൽ അയഡോക്സിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ് വർണ്ണാന്തതയാണ്. അതായത് കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയും. ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത, അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയും. ഇത് കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്ട്? ഇഷിഗാര ടെസ്റ്റ്. ഡാൽട്ടനിസം എന്നാണ് പറയുന്നത്. ഇഷിഗാര ടെസ്റ്റ് ആണ് ഈ വർണ്ണാന്തത കണ്ടുപിടിക്കുവാൻ ഉപയോഗിക്കുന്നത്. അപ്പം ശരീരത്തിൽ അയഡോക്സിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് മൂലം നമ്മുടെ കണ്ണിന് ഉണ്ടാകുന്ന ജനിതക രോഗമാണ് വർണ്ണാന്തത. അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. അപ്പം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന
രോഗമാണ് ടെറ്റനി എന്ന് പറയുന്നത്. എന്നാൽ വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. എന്നാൽ വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കാർബി. വിറ്റാമിൻ സി ഫോർ സ്കാർബി, ബി ഫോർ ബെറി. വിറ്റാമിൻ കെയുടെ കുറവ് മൂലം കെ ഫോർ കട്ട, രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നതാണ് എന്താണ് വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്ട് വൈറ്റമിൻ കെ ആണ്. ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തുകൊണ്ട് നമ്മുടെ ഹീമോഫീലിയ. അതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. അടുത്ത വിറ്റാമിൻ ഇ ആണ്. മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയും. വിറ്റാമിൻ ഡിയുടെ കുറവ്, വിറ്റാമിൻ ഡി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വൈറ്റമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. അടുത്ത വിറ്റാമിൻ എയുടെ കുറവ്, കണ്ണിന്റെ കാഴ്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കോണേ, അപ്പൊ നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി എന്ന് പറയുന്നത്. പകർച്ചവ്യാധി നിയന്ത്രിക്കുവാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം, പകർച്ചവ്യാധികൾ ഇപ്പം കൊറോണയുമായി ബന്ധപ്പെട്ട് പകർച്ചവ്യാധികളുടെ കൊറോണ, ഇപ്പം പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 2020. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം എന്താണ്? എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 2020 എന്നതാണ്. അപ്പൊ നോക്കിക്കോണേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ അറിയപ്പെടുന്നത് എന്താണ്? കെയർ ഓൺ വീൽസ്. അപ്പം സഞ്ചരിക്കുന്ന ക്ലിനിക്ക്, സഞ്ചരിക്കാൻ എന്ത് വേണം? വീൽസ് വേണ്ടി. കെയർ ഓൺ വീൽസ് എന്ന് പറയുന്നു. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കാണ് കെയർ ഓൺ വീൽസ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ഡിസീസ് ഏതാണ്ട് നമ്മുടെ ഓർഡിനൻസ് ഏതാണ്? എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 2020. നമ്മൾ നേരത്തെ പഠിച്ചു. നോക്കിക്കോട്ടെ, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ അറിയപ്പെടുന്നത് എന്താണ്? കെയർ ഓൺ വീൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയയാണ്, വിളർച്ച എന്ന് പറയും. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും. അയഡിന്റെ അഭാവമാണ്. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യം. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്ട്? കാൽസ്യമാണ്. എന്നാൽ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അതുമൂലം രക്തം കട്ട പിടിക്കാത്തത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്ട്? ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. അപ്പം രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യവും. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ കെയുമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ഡ്രൈവർ പരീക്ഷ നന്നായി എഴുതുക. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പായി ഉണ്ടാവും. ഞാൻ ഇട്ടിട്ടുള്ള ക്ലാസ്സുകൾ കാണുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്ത് സെലക്റ്റീവായിട്ട് ഇട്ടിട്ടുള്ളൂ. അത് നിർബന്ധമായും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.